പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കൽ കൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതെല്ലാം ഭവനങ്ങളിൽ വചനം ശക്തമായിട്ട് മുഴങ്ങപ്പെടുന്നുവോ ആ ഭവനങ്ങളിൽ നിന്ന് എല്ലാ തിന്മകൾ വിട്ടുപോകുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. കർത്താവേ, ഈ വചനം തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ. വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ സൗഖ്യം കൊടുക്കണമേ. വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ ഡെലിവറൻസ് കൊടുക്കണമേ. കർത്താവായ ഈശോയെ, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഇത് ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നാം ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. ആ വചനം ഇപ്രകാരമാണ്: യേശു ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ചെറിയൊരു ആരവം കേട്ടാണ് ഈശോ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോഴാണ് ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും ഒരാൾ ഓടി വന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനോട് കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, പക്ഷേ അവർക്ക് അവനെ സുഖപ്പെടുത്താൻ സാധിച്ചില്ല. ശിഷ്യന്മാരും കർത്താവിൻ്റെ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഈ സംഭവം. വചനം പ്രഘോഷിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചിനെ ബന്ധിക്കുവാനും കർത്താവ് അവർക്ക് അധികാരം കൊടുത്തിരുന്നു. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തെരുവുകളിലും ഭവനങ്ങളിലും കണ്ടുമുട്ടുന്നവരോടെല്ലാം വചനം പ്രഘോഷിച്ചുകൊണ്ട് ആ ദേശത്തിൻ്റെ നാനാ ദിക്കുകളിൽ പോയ സമയത്താണ് ഇപ്രകാരം ഒരു സംഭവം. ശിഷ്യന്മാർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുമൊക്കെ ആ അപസ്മാരം ബാധിച്ച കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ആ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചില്ല. ഇതിൽ നിരാശ പൂണ്ട ആ അപ്പനാണ് യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, നിൻ്റെ ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. യേശു ഉടനെ പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ എത്ര ഞാൻ നിങ്ങളോടുകൂടെ ഞാൻ ഉണ്ടായിരിക്കും. കാരണം കർത്താവ് കൊടുത്ത അധികാരത്തിൽ കർത്താവിനോടൊപ്പമുള്ള ഒത്തുവാസത്തിലൂടെ ലഭിച്ച വലിയ അനുഭവങ്ങളും ഇതെല്ലാം ലഭിച്ചിട്ടും വിശ്വാസത്തോടുകൂടി ഈ രോഗശാന്തി ശുശ്രൂഷയിൽ ശിഷ്യന്മാർക്ക് ഏർപ്പെടാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, ഞാൻ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ പീഡകൾ സഹിച്ച മരണമടഞ്ഞ് സ്വർഗത്തിലേക്ക് ഉയർക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് ആ സമയത്ത് ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ശിഷ്യന്മാരാണ്. അപ്പോൾ വിശ്വാസത്തിന് ഏറ്റവും വലിയ സ്ഥാനമുള്ള ആ ഏറ്റവും വിശ്വാസം അവരുടെ പ്രേക്ഷിത ജീവിതത്തിൻ്റെ ഹൃദയമായിട്ട് മാറേണ്ടതാണ്. പക്ഷേ അല്പവിശ്വാസത്തോടു കൂടിയുള്ള ശുശ്രൂഷകൾ അവിടെ ഫലം കൊടുത്തില്ല. ഉടനെ കർത്താവ് ആ പിതാവിനോട് പറഞ്ഞു, ആ കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവന് വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തര സൗഖ്യ ശുശ്രൂഷയ്ക്ക് ശേഷം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, യേശുവേ, എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് സുഖപ്പെടുത്താനാവാതിരുന്നത്? അവനെ ബാധിച്ചിരുന്ന പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കാൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല? യേശു അവരോട് പറഞ്ഞു,
അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. അപ്പം വിശ്വാസമുള്ളവർക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. വിശ്വാസമുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. നമുക്ക് ഈ സംഭവത്തെ ഒന്ന് വിശദീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇവിടെ ഈ അപ്പൻ ഈ കുഞ്ഞിനെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവരാൻ കാരണം, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ഞിന് ചുഴലി രോഗമാണ്, എപ്പിലെപ്സി, അല്ലെങ്കിൽ അപസ്മാരം, ലുനാറ്റിക്. ഈ രോഗം കുഞ്ഞിനെ പലപ്പോഴും പീഡിപ്പിച്ചിരുന്നു. കുഞ്ഞ് വീഴുകയും നുരയും പതയുമൊക്കെ വായിൽ നിന്ന് വരികയും കുഞ്ഞിൻ്റെ മുഖം വളരെ ഭീകരമായ രീതിയിൽ ആർക്കും കാണാൻ കഴിയാത്ത വിധത്തിൽ ഭയാനകമാകുകയും അതോടൊപ്പം തന്നെ തീയിലും വെള്ളത്തിലുമൊക്കെ കുഞ്ഞിനെ വീഴിക്കുകയും ഒക്കെ ചെയ്യും. യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് ഈ ചുഴലി രോഗം അല്ലെങ്കിൽ അപസ്മാര രോഗം അത് ബാധയാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. പിശാചിൻ്റെ പ്രലോഭനമാണ് എന്നവർ കരുതിയിരുന്നു. നമുക്കറിയാം, വൈദ്യശാസ്ത്രം ഇന്ന് ഇതിന് നൽകുന്ന എക്സ്പ്ലനേഷൻ ഇത് ഞരമ്പുകളുടെ ഒരു ഞരമ്പുകൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ക്രമരാഹിത്യമാണ്. ഞരമ്പുകളെ ബാധിച്ചിരിക്കുന്ന ക്രമരാഹിത്യമാണ്. ഈ ക്രമരാഹിത്യ നിമിത്തം ഇത് വളരെ പെട്ടെന്നാണ് ഇത് ബാധിക്കുക, പെട്ടെന്നാണ് തളർന്നു വീഴുക, ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകുക, പല്ല് കടിക്കുക, നാക്ക് പുറത്തേക്ക് ഇടുക, നൊരയും പതയും വരിക. അങ്ങനെ വളരെ ജനങ്ങൾക്ക് ഭീതി ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു രോഗമാണ് ചുഴലി അല്ലെങ്കിൽ അപസ്മാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഏകദേശം 2 വർഷത്തോളം ഇപ്രകാരം ചുഴലി രോഗമുള്ള ഒരു മകളെയും ഒരമ്മയെയും അവരുടെ സങ്കടങ്ങളെയും അവരുടെ വേദനകളെയും അവരുടെ നിരാശകളെയും എനിക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. ഒരു ദിവസം രാവിലെ ഒരമ്മയും ഏകദേശം 37 വയസ്സുള്ള ഒരു മകളും പള്ളിമേടയിലേക്ക് വന്ന് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ അക്രൈസ്തവ സഹോദരങ്ങളാണ്. ഈ അമ്മയാണ് സംസാരിച്ചത്. എൻ്റെ ഈ മകൾക്ക് ഏകദേശം 37 വയസ്സായി. അച്ഛാ, അവളെ ബാധിച്ചിരിക്കുന്ന അപസ്മാര രോഗം, ചുഴലി രോഗം നിമിത്തം ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഒരു ദിവസം തന്നെ 10ഉം 15ഉം തവണയെല്ലാം എൻ്റെ മകൾ വീഴും. അവൾ റോട്ടിൽ വീഴും, ബാത്റൂമിൽ വീഴും, യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ വീഴും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ദിവസം 10-15 തവണ ഒരു പെൺകുട്ടി, അത് വർഷങ്ങളോളമായിട്ട് അനുഭവിക്കുന്ന പീഡയാണ്. അവളുടെ പലപ്പോഴും നെറ്റി പൊട്ടും, തല പൊട്ടും. വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ ദൈവം അവരെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ അമ്മ പറഞ്ഞത്, അച്ഛാ, സാധ്യമായ ഡോക്ടർമാരെ ഞങ്ങൾ കണ്ടു, മരുന്ന് കഴിച്ച് ഞങ്ങൾ മടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ധ്യാനവും കൂടി. അച്ഛാ, എങ്ങനെയെങ്കിലും ഈ തിന്മയിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന് എൻ്റെ മകൾക്ക് സൗഖ്യം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, ഏകദേശം 2 വർഷത്തോളം ശിഷ്യന്മാരുടെ അവസ്ഥയായിരുന്നു എൻ്റേതും. അവളുടെ മേൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ, കർത്താവേ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, കർത്താവേ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഈ മകളെ സുഖപ്പെടുത്തണമേ. അപ്പോൾ ഒരല്പം തെളിച്ചമൊക്കെ തോന്നുമെങ്കിലും പിന്നെയും അവർ വരും, അച്ഛാ, വീണ്ടും വീണച്ച. ഓരോ ആഴ്ചകൾ പിന്നിടുമ്പോഴും അവർ വന്ന് പറയും,
ഈ പ്രാവശ്യവും വീഴ്ചകളൊക്കെ അല്പം കുറഞ്ഞെങ്കിലും അതിലൊരു മാറ്റവുമില്ലച്ച. ഈ അമ്മ ഒരു ദിവസം കണ്ണുനീരോടെ പറഞ്ഞു, അച്ഛാ, ഞാൻ മരിക്കുന്നതിന് മുൻപെങ്കിലും ഇത് മാറി എൻ്റെ മകൾക്ക് ഒരു ജീവിതം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ കടുത്ത നിരാശയിലായിരിക്കും. ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന നാം വായിച്ചു കേട്ട വചനത്തിലെ അപ്പൻ്റെ പ്രാർത്ഥന പോലെയായി എനിക്ക് തോന്നി. ഇനി ഈ രോഗം മാറിയില്ല എങ്കിൽ നിരാശപ്പെട്ടു പോകും, വിശ്വാസം നഷ്ടപ്പെടും, ജീവൻ തന്നെ വേണ്ട എന്ന് വയ്ക്കും. ഈ ഒരവസ്ഥയിലാണ് ആ അമ്മയും മകളും. മകളുടെ ഈ രോഗാവസ്ഥയേക്കാൾ അധികമായിരുന്നു അമ്മ അനുഭവിച്ചിരുന്ന മാനസിക ക്ലേശം. വൃദ്ധയായ അവരാണ് ഈ രോഗബാധിതയായ മകൾക്ക് താങ്ങും തണലുമായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുൻപിൽ ശിഷ്യന്മാരനുഭവിച്ച അതേ മാനസിക ക്ലേശമാണ് ഞാനും അനുഭവിച്ചത്. എന്നാൽ കർത്താവിനോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു അസാധാരണമായ ഒരു സംഭവം ഒരു ദിവസം ഉണ്ടായി. എൻ്റെ പള്ളിയിൽ വലിയൊരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ അമ്മയും മകളും രാവിലെ തന്നെ ശുശ്രൂഷയ്ക്ക് എത്തിയിട്ടുണ്ട്. അവർ പള്ളിയിൽ ഏറ്റവും മുൻപിലാണ് നിൽക്കുന്നതും. ശുശ്രൂഷയുടെ സമയത്ത് പെട്ടെന്ന് ഈ മകൾക്ക് രോഗബാധയുണ്ടായി. അന്നാണ് അവളുടെ ദയനീയമായ സ്ഥിതി എനിക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത്. വികൃതമായ രീതിയിലുള്ള മുഖഭാവത്തോടെ നമുക്ക് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാവങ്ങളാണ് അവൾക്കുള്ളത്. അസാധാരണമായ ശബ്ദങ്ങൾ, ഭയപ്പെടുത്തും വിധത്തിലുള്ള ശബ്ദങ്ങളാണ് അവൾ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത്. അവളുടെ ശരീരത്തിലെ പേശികളും ഞരമ്പുകളും വലിഞ്ഞു മുറുകി ആകെ കൈകാലുകളൊക്കെ അടിച്ച് പള്ളിക്കുള്ളിൽ കിടന്ന് പിടയുകയാണ്. പള്ളിക്കകത്ത് നിറച്ച് ഏകദേശം 3000-ഓളം ആൾക്കാരുണ്ട്. അവരെല്ലാവരും കർത്താവിൻ്റെ പുരോഹിതനെന്ന രീതിയിൽ എന്നെ നോക്കി. ഇവിടെ കർത്താവിൻ്റെ നാമത്തിൽ നടക്കുന്ന ശുശ്രൂഷയാണ്. അവിടെ ഒരു അത്ഭുതം നടക്കാനായിട്ട് ജനം ആഗ്രഹിച്ചു. ജനം അതിനുവേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അവിടെ നടന്ന പ്രാർത്ഥന ശുശ്രൂഷകളെല്ലാം തൽക്കാലത്തേക്ക് തടസ്സപ്പെടുകയും എല്ലാവരുടെയും ശ്രദ്ധ ആ അമ്മയിലും മകളിലേക്കും വന്നു. അവിടെ ആൾക്കാരൊക്കെ അല്പം വട്ടം കൂടി വെള്ളം കൊടുക്കുവാനും വീശുവാനൊക്കെ തുടങ്ങി. അൾത്താരയിൽ നിന്ന് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കുരിശ് എന്നറിയപ്പെടുന്ന ഈ ബെനഡിക്റ്റിൻ കുരിശുമെടുത്ത് ആ പാവപ്പെട്ട മകളുടെ അടുത്തേക്ക് ചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു ഉപയോഗിച്ച അതേ ഫോർമുലയാണ് അപ്പോൾ ഉപയോഗിക്കാൻ എനിക്ക് തോന്നിയത്. ഞാൻ അവളെ ബാധിച്ച രോഗാവസ്ഥയെ കർത്താവായ യേശു നാം വായിച്ചു കേട്ട വചനഭാഗത്ത് ഉപയോഗിച്ച ആ ഫോർമുല പോലെ അവളെ ബാധിച്ചിരിക്കുന്ന തിന്മയെ, അവളെ ബാധിച്ചിരിക്കുന്ന ഇരുളിനെ കർത്താവായ യേശുവിൻ്റെ നാമത്താൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള ശുശ്രൂഷകളുടെ ബലത്താൽ ആ തിന്മകളെ ശാസിച്ച്, അവളെ ബാധിച്ച തിന്മകളെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്രയും ജനങ്ങളുടെ മുൻപിൽ വെച്ച് പെട്ടെന്ന് അത്ഭുതകരമായ ഒരു മാറ്റം അവൾക്കുണ്ടാകുകയാണ്. അവളുടെ മുഖം തെളിയാൻ തുടങ്ങി. അവളുടെ മുഖത്തുണ്ടായിരുന്ന പൈശാചികമായ ഭാവങ്ങൾ മാറി. പെട്ടെന്ന് തന്നെ അവൾ നോർമലാകുകയും അവൾ എഴുന്നേൽക്കുകയും ചെയ്തു. യേശു അവളെ ബാധിച്ച തിന്മയെ, അവളെ ബാധിച്ച രോഗത്തെ ആ സമയത്ത് സുഖപ്പെടുത്തി എന്ന് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം അത്രമാത്രം തെളിച്ചമുള്ള ഒരു മുഖം അവളിൽ ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. അവളുടെ ശരീരത്തിലെ വലിയ ഭാരമൊക്കെ കുറഞ്ഞതായി അവൾക്ക് അനുഭവപ്പെടുകയും അവൾ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി.
അവൾക്ക് അസാധാരണമായ ഒരു സൗഖ്യ അനുഭവം കർത്താവ് അവൾക്ക് കൊടുത്തുവെന്ന് അവൾ ദൃഢമായിട്ട് വിശ്വസിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവളുടെ ഭാഗത്ത് വലിയ വ്യത്യാസം എനിക്ക് അനുഭവപ്പെടുകയും അവളും അമ്മയും വീട്ടിലേക്ക് പോവുകയും തുടർന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ആ രോഗത്തിൽ നിന്ന് ദൈവം ഈശോ ഞങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അതിനുശേഷവും 1-2 തവണ വീണെങ്കിലും പണ്ടത്തേതുപോലെ പൈശാചികമായ മുഖഭാവങ്ങളോ നുരയും പതയും വരികയോ അല്ലെങ്കിൽ ഞരമ്പുകൾ ഇങ്ങനെ വലിഞ്ഞു മുറുകുകയോ അല്ലെ ശരീരത്തിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള ശക്തി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അമ്മ പറഞ്ഞു, അച്ഛ, ഇതൊരു നല്ല സൈനായിട്ടാണ്, നല്ല ഒരു അടയാളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, നമ്മുടെ കാർന്നന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ, മരുന്നും വേണം മന്ത്രവും വേണമെന്ന്. ഇതാ മന്ത്രമെന്ന് പറയാവുന്നത് അവൾക്ക് ലഭിച്ച കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ലഭിച്ച വലിയൊരു ശുശ്രൂഷയാണ്. അതിൻ്റെ ഫലമായിട്ട് അവളെ ബാധിച്ചിരുന്ന മാനസികവും അവളെ ബാധിച്ചിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് പീഡകൾ അവളിൽ നിന്ന് വിട്ടുപോയി. ഇപ്പോൾ നിലവിലുള്ളത് അവളെ ബാധിച്ച രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഞാൻ അവളോട് പറഞ്ഞു, മോളെ, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങലാണ്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ, ഞങ്ങൾ മരുന്ന് കഴിച്ച് മടുത്തതാണ്. ഞാൻ അവരോട് പറഞ്ഞു, കർത്താവായ ഈശോ നിന്റെ ശരീരത്തിലും നിന്റെ ജീവിതത്തിലും ഉണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികളെയും കർത്താവ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നിന്റെ ശരീരത്തിൻ്റെ നിന്റെ ഞരമ്പുകളിലെ ആ ക്രമരാഹിത്യത്തെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ തന്നെ ഉപകരണങ്ങളാണ് ഡോക്ടർമാരും മരുന്നും. ആയതിനാൽ നീ ഒരു തവണ കൂടി മരുന്ന് കഴിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവൾ മരുന്ന് വാങ്ങിക്കുകയും ആ മരുന്ന് ഒരു തവണ ആശീർവദിച്ച് കൊടുത്തു കഴിഞ്ഞ് അവളത് കഴിക്കുകയും ചെയ്തു. പിന്നീട് ആ കുടുംബം വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്, പിന്നീട് ഒരിക്കൽ പോലും അവൾക്ക് ഈ ഒരു ചുഴലിബാധ, അപസ്മാര രോഗം ഇപ്പോൾ അവളിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളെ തടസ്സപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന, അത് ഏത് മേഖലയിലെ അസ്വസ്ഥതകളായാലും ശരി, കർത്താവായ യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മരുന്നും ഡോക്ടർമാരുമെല്ലാം അതാതിൻ്റെ രീതിയിൽ വിവേകത്തോടെ ജ്ഞാനത്തോടെ ഉപയോഗിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും സൗഖ്യം ലഭിക്കുമെന്നുള്ള വലിയൊരു അനുഭവമാണ് ഈ ഒരു ശുശ്രൂഷയിലൂടെയും ഈ ഒരു വചനത്തിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മരുന്ന് കഴിച്ച് മടുത്തവർ, പ്രാർത്ഥിച്ച് മടുത്തവർ കണ്ണുനീരോടെ ചങ്ക് പൊട്ടിക്കൊണ്ട്, കാരണം ജനത്തിൻ്റെ മുൻപിൽ വെച്ച് അവൾ രോഗം മൂർച്ഛിച്ച് വീണപ്പോൾ കർത്താവായ ഈശോയെ ഇപ്പോൾ നീ ഒരു അടയാളം കാണിക്കണമെന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചപ്പോൾ അവളെ ബാധിച്ച ഇരുള് വിട്ടുപോകുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ മകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരികയും ഇപ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് അവൾക്ക് പ്രവേശിക്കാനും സാധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് കർത്താവ് നമ്മെ ഇതിൽ നിന്ന് പഠിപ്പിക്കുന്നത്? അവളെ ബാധിച്ച അന്ധകാരം ഈശോ എടുത്തു മാറ്റി. നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന അന്ധകാരങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിലെ നമ്മുടെ പ്രതിസന്ധികളും കർത്താവായ യേശുവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവായ ഈശോ നമ്മുടെ അടുത്തേക്ക് വരും. സക്കേവൂസിൻ്റെ ജീവിതത്തിൽ കാണുന്നത് പോലെ സക്കേവൂസ് ഒരു ചുവട് യേശുവിൻ്റെ അടുത്തേക്ക് വെച്ചപ്പോൾ യേശു 2 ചുവട് സക്കേവൂസിൻ്റെ അടുത്തേക്ക് വരികയും ആ ഭവനത്തിന് രക്ഷ കൊടുക്കുകയും ചെയ്തു. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ആ അപ്പൻ തൻ്റെ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി കർത്താവിൽ ആശ്രയിക്കുകയും
കർത്താവിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തപ്പോൾ കർത്താവ് ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും കുഞ്ഞിനെ ബാധിച്ച തിന്മയെ ശാസിക്കുകയും പരിപൂർണമായ സൗഖ്യം കുഞ്ഞിന് ലഭിച്ചതായിട്ട് നാം വായിച്ചു കേൾക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നാം വിശ്വാസത്തോടെ കർത്താവിനെ നമ്മുടെ നാഥനും രക്ഷകനും നമ്മുടെ ദൈവവുമായി ഏറ്റുപറയുമ്പോഴാണ്. അങ്ങനെ ഏറ്റുപറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ജീവിതത്തിലെ രോഗബാധിതമായ മേഖലകളെ കർത്താവ് സുഖപ്പെടുത്തുന്നത്. കാരണം നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ പുത്രൻ കർത്താവായ ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. അതുകൊണ്ട് അന്ത്യോക്യയിലെ സഭയെ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്: വിശ്വാസത്തിൻ്റെ വാതിൽ കടന്നുപോയാൽ എന്ത് അത്ഭുതങ്ങളും നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. വിശ്വാസത്തിൻ്റെ വാതിൽ കടന്നു പോകണം. ഈശോ തന്നെ പഠിപ്പിച്ചു, നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി കടലിൽ പോയി പതിക്കാൻ പറഞ്ഞാൽ അത് പതിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അടിയുറച്ച കർത്താവായ യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടത്. നാം പലപ്പോഴും പല പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകും. ബാഹ്യമായ നമ്മുടെ നാവ് കൊണ്ട് നാം പ്രാർത്ഥിച്ച് മടുത്തു എന്ന് പറഞ്ഞ് നിരാശപ്പെടാറുണ്ട്. കർത്താവിൻ്റെ വഴികൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കർത്താവ് വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ശക്തിയും ഊർജവും നമുക്ക് ലഭിക്കും. അപ്പോൾ നാം ചെയ്യേണ്ടത് കർത്താവിനോട് ഒപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ്. ദൈവത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോടൊപ്പവും ചേർന്ന് നിൽക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏത് സങ്കടങ്ങളുണ്ടെങ്കിലും, മക്കളുടെ പഠനങ്ങളായാലും ശരി, നിരന്തരമായ രോഗപീഠകളാണെങ്കിലും ശരി, വിട്ടുമാറാത്ത കടബാധ്യതകളാണെങ്കിലും ശരി, ഭവനമില്ലാത്ത അവസ്ഥകളാണെങ്കിലും, കച്ചവടങ്ങൾ നടക്കാത്ത അവസ്ഥകളാണെങ്കിലും, കർത്താവായ യേശുവിൽ ആശ്രയിച്ച് ഡെലിവറൻസ് ലഭിച്ചിട്ടുള്ള ഒരുപാട് മക്കൾ കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയുന്നുണ്ട്. അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ടത് കർത്താവിൻ്റെ ശക്തിയിലുള്ള ആ ഒരു വലിയ അനുഭവമാണ്. അപ്പോസ്തലന്മാർ കൂടെ നടന്നുവെങ്കിലും അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടുവെങ്കിലും അത് തങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കാൻ ആ നിമിഷത്തിൽ അവർക്ക് സാധിച്ചില്ല. എന്നാൽ പിന്നീട് നമുക്കറിയാം, കർത്താവിനോടുള്ള വിശ്വാസത്തെ പ്രതി തങ്ങളുടെ ജീവൻ വരെ ബലി കൊടുക്കുവാനായിട്ട് അവർക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ വാതിലിലൂടെ കടന്നുപോയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുമെന്ന് അപ്പോസ്തല പ്രവർത്തനം 14-17 വിശുദ്ധ പൗലോസ് അന്ത്യോക്യയിലെ സഭയെ പഠിപ്പിക്കുന്നത് പോലെ നാം അനുദിന കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവിലുള്ള ആശ്രയത്വം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളിൽ നിന്നും നിരാശയും ആകുലതകളും അകാരണ ഭയങ്ങളും എല്ലാം വിട്ടുമാറുകയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കർത്താവിൻ്റെ സംരക്ഷണ ശക്തി നമ്മുടെ മേൽ ആവഹിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ എഴുതിയ ഒരു പുസ്തകമാണല്ലോ ആത്മാവിൻ്റെ വാൾ വചനം എന്ന പുസ്തകം. അതിൽ വിശ്വാസത്തെ, ഈ നാം വായിച്ചു കേട്ട വചനത്തെ വിശകലനം ചെയ്തുകൊണ്ട് ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ എഴുതിയ 3 കാര്യങ്ങളാണ് എഴുതുന്നത്. വിശ്വാസരാഹിത്യത്തെയാണ് കർത്താവ് ശാസിക്കുന്നതെന്നാണ് പറയുന്നത്. ആ അപസ്മാര രോഗിയെ ശാസിക്കുന്ന, അവനെ ബാധിച്ച പിശാചിനെ ശാസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ എന്ന ദൈവശാസ്ത്ര പണ്ഡിതൻ നൽകുന്ന വിശദീകരണം, കർത്താവ് അവിടെ ശാസിക്കുന്നത് അപ്പോസ്തലന്മാരുടെ വിശ്വാസരാഹിത്യത്തെയാണ്.
ആ വിശ്വാസരാഹിത്യത്തെ ശാസിച്ചപ്പോൾ അപസ്മാരം ബാധിച്ച ആ കുഞ്ഞിന് സൗഖ്യം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നാം ഓരോരുത്തരും ഇന്ന് തന്നെ നമ്മുടെ വിശ്വാസരാഹിത്യത്തെ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ ദാനങ്ങളിലൊന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ച് വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രതിസന്ധികളെ കർത്താവിനോടൊപ്പം തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. രണ്ടാമത് ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ പഠിപ്പിക്കുന്നത് ഫലപ്രാപ്തിയിലെത്താൻ കഴിയാത്തതാണ് അല്പവിശ്വാസം. അവിടെ ശിഷ്യന്മാർക്ക് വിശ്വാസമുണ്ടായിരുന്നു, അവർ കർത്താവിനെ ഇഷ്ടപ്പെട്ടിരുന്നു, കർത്താവിനോടൊപ്പം അവർ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടു, ചെകിടന് കേൾവിശക്തി കൊടുക്കുന്നത് കണ്ടു, കുരുടന് കാഴ്ചശക്തി കൊടുക്കുന്നത് കണ്ടു, തളർവാദ രോഗികൾ സുഖപ്പെടുന്നത് കണ്ടു. പക്ഷേ അല്പവിശ്വാസം ഫലം നൽകില്ല എന്ന് അവരുടെ ജീവിതത്തിലൂടെ അവരറിയുകയാണ്. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, പക്ഷേ അത് ആഴപ്പെട്ടിരുന്നില്ല, അത് ദൃഢമായിരുന്നില്ല. പിന്നീട് ആ കർത്താവിലുള്ള വിശ്വാസത്തെ പ്രതി ജീവൻ ഹോമിക്കാൻ തയ്യാറായപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് അവരിൽ ശക്തി പ്രാപിച്ചിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കാൻ അവർ കർത്താവിനോട് തുറവിയോടുകൂടെ അടുത്ത് നിൽക്കുമ്പോൾ ആ വിശ്വാസം എന്ന വലിയ ദാനം അവരിൽ ബലപ്പെടും. അപ്പം കർത്താവ് കൂടെ ഉള്ളപ്പോൾ ഒരനർത്ഥവും വരികയില്ല എന്നുള്ള ദൃഢമായ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഈ ശുശ്രൂഷയിലൂടെ, ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തേത്, വിശ്വാസത്തിൻ്റെ അളവല്ല ഗുണമേന്മയാണ് പ്രധാനപ്പെട്ടതെന്ന് ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ പഠിപ്പിക്കുക. വിശ്വാസത്തിൻ്റെ അളവല്ല കർത്താവേ 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 എന്ന് 1000 വട്ടം വിളിക്കലല്ല. വിശ്വാസത്തിൻ്റെ ഗുണമേന്മ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ്. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ വിശ്വാസം ആഴപ്പെടട്ടെ. അതിലൂടെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും സങ്കടങ്ങളും വേദനകളും തരണം ചെയ്യുവാൻ ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് ഏവർക്ക് ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും സാധിക്കുന്നവർ കണ്ണുകളൊക്കെ അടച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് ദാഹിച്ച് വിശ്വാസം എന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനത്തിന് വേണ്ടി ഒന്ന് ദാഹിച്ച് നമുക്ക് എന്നിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ ബാധിച്ച രോഗങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ചുറ്റുപാടും ഒരുപാട് അപസ്മാര രോഗികൾ, ഒരുപാട് ചുഴലി രോഗം ബാധിച്ച ഒത്തിരി മക്കളുണ്ട്. അവരനുഭവിക്കുന്ന വേദനകളുണ്ട്, അവരുടെ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ അനേകം രോഗികൾക്ക്, പ്രത്യേകിച്ച് അപസ്മാരം ബാധിച്ചിരിക്കുന്നവർക്ക്, ശ്വാസം മുട്ടൽ ബാധിച്ചിരിക്കുന്ന രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.